നമ്മുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വെച്ച് മരണമടയുന്നത് അത്യന്തം വേദനാജനകമായ കാര്യമാണ്. കഴിഞ്ഞയാഴ്ച ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ച വിദേശത്തുള്ള പ്രവാസികൾ 124 പേരായിരുന്നു. ഇന്നലെ വരെ ലഭിക്കുന്ന കണക്കനുസരിച്ച് അത് 173 മാറിയിട്ടുണ്ട്. അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്ക് ഫലം നെഗറ്റീവായി. കാസർഗോഡ് 10, പാലക്കാട് 8, ആലപ്പുഴ 7, കൊല്ലം 4, പത്തനംതിട്ട 3, വയനാട് 3, കോഴിക്കോട് 2, എറണാകുളം 2, കണ്ണൂർ 1. ഇങ്ങനെയാണ് പോസിറ്റീവായ സ്ഥിതി. പോസിറ്റീവായവരിൽ 16 പേര് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട് 5 പേര്, തെലുങ്കാന 1, ഡൽഹി 3, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ് ഓരോ ആൾ വീതം. വിദേശത്ത് നിന്ന് 9 പേര്, സമ്പർക്കത്തിലൂടെ 3 പേര്. ഇതാണ് പോസിറ്റീവായ കേസുകളുടെ കണക്ക്. നെഗറ്റീവായത് മലപ്പുറം 6, ആലപ്പുഴ 1, വയനാട് 1, കാസർഗോഡ് 2. ഇതുവരെ 1004 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 445 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,07,832 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതിൽ 1,06,940 പേരുണ്ട്. 892 പേര് ആശുപത്രികളിലാണ്. ഇന്ന് 229 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 58,866 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 56,558 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 9,095 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 8,541 നെഗറ്റീവാണ്. ആകെ 81 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. ഇന്ന് പുതുതായി 13 ഹോട്ട്സ്പോട്ട്, പാലക്കാട് 10, തിരുവനന്തപുരം 3. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസികൾ ധാരാളമായി വരാൻ തുടങ്ങിയതോടെ നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ആശങ്കയുളവാക്കുന്ന ഈ സാഹചര്യത്തിൽ
സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുന്നതിനും വിവിധ കക്ഷികളുടെ അഭിപ്രായം ആരായുന്നതിനും ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തുകയുണ്ടായി. ഇന്നത്തെ സാഹചര്യം നേരിടുന്നതിന് സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനങ്ങളാകെയും ഒന്നിച്ചു നീങ്ങണമെന്ന അഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. രോഗവ്യാപനം തടയുന്നതിന് ഇതേവരെ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ എല്ലാ കക്ഷി നേതാക്കളും മതിപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് കക്ഷി നേതാക്കൾ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നല്ല ഒട്ടേറെ നിർദ്ദേശങ്ങൾ നേതാക്കൾ മുന്നോട്ട് വച്ചു. അവയെല്ലാം സർക്കാർ ഗൗരവത്തോടെ പരിശോധിക്കും. നാം നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അപകട സാധ്യതയുണ്ട് എന്ന സർക്കാരിൻ്റെ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. പുറത്തുനിന്നും നമ്മുടെ സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ളവരുടെ ജാഗ്രത പ്രധാനമാണ്. ജനങ്ങളാകെ ഈ പോരാട്ടത്തിൽ സ്വയം പടയാളികളായി മാറണം. നിരീക്ഷണത്തിലുള്ളവർ നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നില്ലെങ്കിൽ ഉടനെ ആരോഗ്യപ്രവർത്തകരെ അറിയിക്കാൻ ചുറ്റുപാടുള്ള നാട്ടുകാർ തയ്യാറാവണം. നിരീക്ഷണം പാലിക്കാത്തവരെ ഉപദേശിക്കാനുള്ള ചുമതലയും ജനങ്ങൾ ഏറ്റെടുക്കണം. പ്രവാസികളുടെ കാര്യത്തിൽ വിദേശത്തു നിന്നായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരാനാഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ഇക്കാര്യം തുടക്കം മുതലേ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഒരു ക്രമീകരണവുമില്ലാതെ ആളുകൾ ഒന്നിച്ചു വന്നാൽ രോഗവ്യാപനം തടയാൻ നാം സ്വീകരിക്കുന്ന നടപടികൾ അപ്രസക്തമാവും. നല്ല ആസൂത്രണത്തോടെയും ചിട്ടയോടെയും പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കാനാവണം, ക്വാറന്റൈനിലേക്ക് അയക്കാനും കഴിയണം. അതിനുള്ള ഫലപ്രദമായ സംവിധാനം നമുക്കുണ്ട്. വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തുന്നവരെ സ്വീകരിച്ച് നേരെ ക്വാറന്റൈനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഹോം ക്വാറന്റൈനിൽ പോകുന്നവർ വഴിയിലിറങ്ങാനോ ആരെയും കാണാനോ പാടില്ല. ഈ നിബന്ധനകൾ ലംഘിച്ചാൽ പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതമുണ്ടാകും. ഇത്തരം ക്രമീകരണം ഉറപ്പാക്കണമെന്നാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. സർക്കാരിനെ അറിയിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ അനധികൃതമായി സംസ്ഥാനത്തെത്തുന്നവരുടെ കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ നിന്നായാലും ഫ്ലൈറ്റുകളും ട്രെയിനുകളും വരട്ടെ എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഒരു നിബന്ധന മാത്രമേ സർക്കാരിനുള്ളൂ. വരുന്ന എല്ലാവരുടെയും വിവരങ്ങൾ മുൻകൂട്ടി ലഭിക്കണം. അതിനുവേണ്ടി അവർ സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിവൃത്തിയില്ല. വരുന്നവരുടെയും നാട്ടിലുള്ളവരുടെയും
ആരോഗ്യ സുരക്ഷ സർക്കാരിന് പ്രധാനമാണ്. വരുന്നവരുടെ നാട്ടിലെ വിലാസങ്ങളും മറ്റും ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം പോകേണ്ട വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമുണ്ടോ എന്ന് പരിശോധിക്കാനും ഉറപ്പുവരുത്താനും കഴിയും. സൗകര്യമില്ലാത്തവരെ ക്വാറന്റൈനിലേക്ക് അയക്കേണ്ടതുണ്ട്, സർക്കാർ ക്വാറന്റൈനിലേക്ക് അയക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ രജിസ്ട്രേഷനും മറ്റു ക്രമീകരണങ്ങളും നിഷ്കർഷിക്കുന്നത് ചിലർ തെറ്റിദ്ധരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ചില പ്രതികരണങ്ങളുണ്ടായത്. നാം നമ്മുടെ പ്രയാസവും ഉത്കണ്ഠയും ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. വിദേശത്തു നിന്നും വരുന്നവരുടെ ക്വാറന്റൈൻ ചെലവ് അവരിൽ നിന്നും ഈടാക്കാനുള്ള സർക്കാർ നിർദ്ദേശം ചില തെറ്റിദ്ധാരണക്കിടയാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സർവകക്ഷി യോഗത്തിലും ഈ പ്രശ്നം വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ആവശ്യമില്ല. പാവപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ക്വാറന്റൈൻ ചെലവ് താങ്ങാൻ കഴിയുന്നവരുണ്ട്, അവരിൽ നിന്ന് അത് ഈടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കും. വിദേശത്തുള്ള ചില സംഘടനകൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പ്രവാസികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി പറയുന്നുണ്ട്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന് ഒരു വിരോധവുമില്ല. സംസ്ഥാനത്തിന് മുൻകൂട്ടി വിവരം ലഭിച്ചാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാമെന്ന് മാത്രം. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാത്തതുകൊണ്ട് ചാർട്ടർ ചെയ്ത വിമാനം വരുന്നില്ല എന്ന പ്രചരണം തീർത്തും അടിസ്ഥാനമില്ലാത്തതാണ്. ലോക്ക്ഡൗണിൽ ഇളവുകൾ വന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറക്കണമെന്ന ആവശ്യം ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും ഉയരുകയുണ്ടായി. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ട ശേഷം അക്കാര്യം പരിഗണിക്കാമെന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. രാജ്യവ്യാപകമായി ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നിലപാടും ഇതുതന്നെയാണ്. ആരാധനാലയമാകുമ്പോൾ വിശ്വാസികളുടെ എണ്ണം നിയന്ത്രിക്കൽ പ്രയാസമാകും. രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം തടസ്സമാകും. സ്രവ പരിശോധനയുടെ എണ്ണം കൂട്ടണമെന്ന നിർദ്ദേശം ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉയർന്നു. ഇക്കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആവശ്യത്തിന് ടെസ്റ്റ് കിറ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ 3000 വീതം ടെസ്റ്റ് നടത്താൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി. ഇപ്പോൾ ഞായറാഴ്ച ദിവസം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗണാണ്. കാലവർഷം തുടങ്ങാനിരിക്കുകയാണ്.
കോവിഡിന് പുറമെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മഴക്കാല രോഗങ്ങൾ തടയുക എന്നതാണ്. അതിലേറ്റവും പ്രധാനം ശുചീകരണത്തിനാണ്. ഇപ്പോൾ വരുന്ന ഞായറാഴ്ച സംസ്ഥാനത്താകെ ശുചീകരണ ദിനമായി ആചരിക്കണമെന്ന അഭിപ്രായം സർവകക്ഷി യോഗത്തിൽ ഉയരുകയുണ്ടായി. അത് ഗൗരവമായൊരു നിർദ്ദേശമായതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗം ആ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ്. മുഴുവൻ ആളുകളും വീടും പരിസരവും ആ ദിവസം ശുചീകരിക്കുന്നതിൽ വ്യാപൃതരാവണം. രോഗങ്ങൾ പടരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുന്ന തരത്തിലാകും ഈ ശുചീകരണ പ്രവർത്തനം. ഇതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സർവകക്ഷി യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ബഹുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുമാണ്. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് സർക്കാരിനുള്ളത്. എല്ലാ പാർട്ടികളുടെയും സഹകരണം ഇതിനുവേണ്ടി സർക്കാർ അഭ്യർത്ഥിച്ചു. രോഗവ്യാപനം തടയുന്നതിനുള്ള നിബന്ധനകൾ പാലിക്കുന്നതിനും ഇക്കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഓരോ പാർട്ടിയും പ്രത്യേകം ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എല്ലാവരും അത് സ്വീകരിച്ചു. അതിൽ സർക്കാരിന് വലിയ സന്തോഷമുണ്ട്. എല്ലാ കക്ഷി നേതാക്കളോടും സർക്കാരിനു വേണ്ടി നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ കൂടാതെ എം.വി. ഗോവിന്ദൻ, തമ്പാനൂർ രവി, കെ. പ്രകാശ് ബാബു, കെ.പി.എ. മജീദ്, പി.ജെ. ജോസഫ്, സി.കെ. നാണു, ടി.പി. പീതാംബരം മാസ്റ്റർ, കെ. സുരേന്ദ്രൻ, ഉഴമലക്കൽ വേണുഗോപാൽ, കോവൂർ കുഞ്ഞുമോൻ, അനൂപ് ജേക്കബ്, പി.സി. ജോർജ്, വി. സുരേന്ദ്രൻപിള്ള, എ. അസീസ് എന്നിവരാണ് യോഗത്തിൽ സംസാരിച്ചത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്ക് നേരെ പോലീസ് ശക്തമായ നടപടിയാണ് എടുക്കുന്നത്. മാസ്ക് ധരിക്കാത്ത 3261 സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 38 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ മാസം 4 മുതൽ 25 വരെ സംസ്ഥാനത്ത് ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞത് 78,894 പേരാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ട ഹോം ക്വാറന്റൈൻ സാധ്യമാകുന്നതാണ്. ഇത്രയും പേര് ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞപ്പോൾ 468 പേരാണ് ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി ഈ ദിവസങ്ങളിൽ കണ്ടെത്തിയത്.
ഇവയിൽ 453 കേസ് രജിസ്റ്റർ ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ചെക്കിങ്ങിനിടെയാണ് 145 കേസുകൾ കണ്ടെത്തിയത്. 48 കേസുകൾ അയൽവാസികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ പോലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ 260 ക്വാറന്റൈൻ ലംഘനങ്ങൾ കണ്ടെത്തി. ഇത് വ്യക്തമാക്കുന്നത് ഹോം ക്വാറന്റൈൻ ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പാകുന്നു എന്നതാണ്. അതോടൊപ്പം അതിൻ്റെ ലംഘനം തടയാൻ അടിമുടി ജാഗ്രത പുലർത്തുന്നുവെന്നുമാണ്. ലംഘനങ്ങൾ ഒന്നുകിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം, അല്ലെങ്കിൽ അയൽക്കാർ ശ്രദ്ധയിൽപ്പെടുത്തും, അതുമല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പിടിക്കപ്പെടും. രോഗവ്യാപന തോത് നമുക്ക് വലിയൊരളവിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഫലപ്രദമായ ഹോം ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പരാതി പരിഹാര അദാലത്തുകൾ നേരത്തെ നടന്നു വരുന്നുണ്ടായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ അതിന് തടസ്സം നേരിട്ടു. അതിനുള്ളൊരു പരിഹാരമെന്ന നിലയിൽ ഓൺലൈൻ വഴി അദാലത്ത് നടത്താൻ തീരുമാനിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ ഓൺലൈൻ വഴി നടത്തിയ അദാലത്ത് വിജയമായിരുന്നു. അടുത്ത ആഴ്ച എല്ലാ ജില്ലകളിലും ഓരോ താലൂക്കിൽ ഈ രീതിയിൽ അദാലത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളിൽ, കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പ്രത്യേക ക്രമീകരണമായിരിക്കും. കോവിഡ് നിർവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളും സ്ഥാപനങ്ങളും പൂർണ്ണമായി തുറക്കും. ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള പ്രദേശങ്ങളിലെ മറ്റ് സർക്കാർ ഓഫീസുകളിൽ 50% ഉദ്യോഗസ്ഥർ ഹാജരാകണം. വേറെ ജില്ലകളിൽ അകപ്പെട്ടുപോയ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങാനുള്ള ബസ് സൗകര്യം കലക്ടർമാർ ഒരുക്കും. മടങ്ങാൻ കഴിയാത്തവർ അതത് കലക്ടർമാർ മുൻപാകെ റിപ്പോർട്ട് ചെയ്യണം. ആ ജില്ലയിൽ തന്നെ തുടരുകയും വേണം. അവരെ കോവിഡ് നിർവ്യാപന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാനാവും. ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യാം. ഇതിനുള്ള ക്രമീകരണം കലക്ട്രേറ്റുകളാണ് ഉണ്ടാക്കേണ്ടത്. വിശദമായ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് കോവിഡ് രോഗബാധയുണ്ടായാൽ പിന്നാലെ കുടുംബത്തിലെ നിരവധി പേർക്ക് അസുഖമുണ്ടാകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചില സംഭവങ്ങളിൽ കുടുംബാംഗത്തിനുണ്ടാകുന്ന രോഗബാധ അറിയാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പകരുന്നത്.
അതേസമയം രോഗസാധ്യതയുള്ള ആളുകൾ വേണ്ട മുൻകരുതൽ എടുക്കാത്തത് കൂടിയാണ് ഇതിനിടയാക്കുന്നത്. രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ ക്വാറന്റൈൻ നിബന്ധനകൾ പാലിച്ചേ തീരൂ. ഇപ്പോൾ കുടുംബവ്യാപനം എന്നതിനെ വിളിക്കേണ്ടതില്ല. ഹോം ക്വാറന്റൈൻ നിർബന്ധമായും റൂം ക്വാറന്റൈനായിട്ട് മാറണം. കുടുംബാംഗങ്ങൾ ഈ പ്രത്യേക സമയത്ത് അടുത്തിടപഴകാതിരിക്കുക. ആവശ്യമായ സഹായങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുക. ഇങ്ങനെ ചെയ്താൽ വലിയ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയും. വ്യാജപ്രചരണങ്ങൾ പല ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുവഴി ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ചിലർ മെനക്കെട്ടിറങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മുംബൈയിൽ നിന്നെത്തിയ യുവാവ് കോവിഡ് കെയർ സെൻ്ററിലായിരുന്നു. ഇദ്ദേഹം നിരവധി ഇടങ്ങളിൽ സഞ്ചരിച്ചു എന്ന രീതിയിൽ ഫോട്ടോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തി. വീട്ടിലേക്ക് ഭീഷണി ഫോൺ കോളുകൾ എത്തുന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ നൽകുന്നില്ല. സമീപവാസികൾ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ ഒട്ടേറെ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ അനിവാര്യമാണ്. ആ നടപടികൾ തുടരുന്നുമുണ്ട്. നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ പോലീസ് വോളണ്ടിയർമാരായി നിയോഗിക്കുന്ന പദ്ധതി നാളെ നടപ്പിൽ വരും. ക്വാറന്റൈൻ ലംഘനം കണ്ടെത്തുന്നതിനുള്ള മോട്ടോർ സൈക്കിൾ ബ്രിഗേഡ്, ജനമൈത്രി പോലീസിനോടൊപ്പം കണ്ടെയ്ൻമെൻറ്റ് മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ, ഇവയ്ക്ക് പോലീസ് വോളണ്ടിയർമാരെ നിയോഗിക്കും. പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക ജോലിഭാരം മൂലം ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് കുറക്കാനും ഈ നടപടികളിലൂടെ കഴിയും. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ വ്യത്യസ്ത നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഫീൽഡ് ജോലിക്ക് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ PPE കിറ്റ് ധരിക്കുന്നുവെന്ന നിർദ്ദേശം ഉറപ്പാക്കണം. PPE കിറ്റ് ലഭ്യമാക്കുന്നതിന് സ്പോൺസർമാരുടെ സേവനവും തേടണം. മദ്യവിൽപ്പനശാലകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ അവയ്ക്ക് മുന്നിൽ പ്രത്യേക പോലീസ് സംവിധാനം ഒരുക്കും. മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിയന്ത്രിതമായ തോതിൽ വസ്ത്രവ്യാപാരശാല പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാൻ ചെല്ലുന്നവർ ട്രയൽ റൺ നടത്താൻ പാടില്ല.
ഒരാൾ ശരീരത്തിലിട്ട് നോക്കിയ വസ്ത്രം മറ്റൊരാൾ പരീക്ഷിച്ച് നോക്കുന്നത് വൈറസ് പടരാനിടയാക്കും. ഇക്കാര്യത്തിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ സമയം അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ ആളുകൾ വസ്ത്രം വാങ്ങാൻ എത്തുന്നതും ഒഴിവാക്കണം. മെയ് 31 സർക്കാർ സർവീസിലെ അനേകം ആളുകളുടെ റിട്ടയർമെൻറ്റ് ദിവസമാണ്. സാധാരണ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ യാത്രയയപ്പ് പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഇതേ സാഹചര്യം കഴിഞ്ഞ മാർച്ച് 31 വന്നിരുന്നു. ആളുകൾ കൂടുന്ന പരിപാടിയും പാർട്ടികളും പാടില്ല. വൈകാരികമായ മുഹൂർത്തമാണെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് യാത്രയയപ്പ് പരിപാടികൾ പരിമിതപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹയർ സെക്കൻഡറി SLC പരീക്ഷകൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടരുകയാണ്. പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം അത് ആഘോഷിക്കുന്ന പതിവ് വിദ്യാർത്ഥികൾക്കുണ്ട്. അത്തരം ആഘോഷങ്ങളും ഈ ഘട്ടത്തിൽ പാടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇന്ന് മന്ത്രിസഭാ യോഗം സുപ്രധാനമായ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. ശ്രീ ടോം ജോസ് സംസ്ഥാന ചീഫ് സെക്രട്ടറി സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അങ്ങനെ വിരമിക്കുന്ന ഒഴിവിൽ സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിലവിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ചുമതല നിർവഹിക്കുന്ന വിശ്വാസ് മേത്തയെ നിയമിക്കാൻ തീരുമാനിച്ചു. ശ്രീ ടോം ജോസ് സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തന്നെ എല്ലാ ആശംസകളും നേരുകയുണ്ടായി. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. ആർ ശ്രീലേഖയെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയി നിയമിക്കും. ശങ്കർ റെഡ്ഡിയെ DGP തസ്തികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറായി നിയമിക്കും. MR അജിത് കുമാറിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിക്കും. TK ജോസായിരിക്കും ആഭ്യന്തരവും വിജിലൻസും വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. മറ്റൊട്ടേറെ മാറ്റങ്ങളുണ്ട്. ആ വിശദാംശങ്ങൾ പത്രക്കുറിപ്പായി നൽകുന്നുണ്ട്. കേരള പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ചങ്ങനാശ്ശേരി എലിവേറ്റഡ് ഹൈവേയുടെ വിശദമായ പദ്ധതിക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചു. 624.48 കോടിയാണ് ഇതിന് കണക്കാക്കിയിട്ടുള്ള ചെലവ്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന് കീഴിൽ ഏറ്റെടുത്തിട്ടുള്ള പൊതുമരാമത്ത് റോഡുകളുടെ പട്ടികയിൽ എറണാകുളം ജില്ലയിലെ ആരക്കുന്നം, ആമ്പല്ലൂർ, പൂത്തോട്ടം, പിറവം, പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴ, പൊതിപ്പാട് റോഡ്, ഈ 2 റോഡുകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു.
കേരള പുനർനിർമ്മാണ പദ്ധതി മുഖേന കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് 4 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ എം പിമാരും എം എൽ എമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ കേരളീയനായ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരനെ ക്ഷണിച്ചിരുന്നു. കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനുള്ള ലിങ്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകുകയും കോൺഫറൻസ് തുടങ്ങുമ്പോൾ കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മുഴുവൻ സമയവും പങ്കെടുക്കാൻ കഴിയില്ല എന്നും ഇടയ്ക്ക് പോകുമെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പും ലഭിച്ചിരുന്നു. കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി കണക്ട് ചെയ്തത് ദൃശ്യവുമായിരുന്നു. ഇവിടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പെയ്ഡ് ക്വാറന്റൈൻ്റെ കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞ് പ്രവാസികളെ കബളിപ്പിക്കുന്നു എന്ന ആരോപണം ശ്രീ മുരളീധരൻ ഉന്നയിച്ചതായിട്ടാണ് കാണുന്നത്. 28/4/2020 വാർത്താ സമ്മേളനത്തിൽ പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. മടങ്ങിവരുന്നവരിൽ രോഗലക്ഷണമില്ലാത്തവരെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ 4/5/2020 നിങ്ങളെ കാണുമ്പോൾ മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ മാറി. പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കുന്നവരെ കൃത്യമായ പരിശോധന ഇല്ലാതെ നാട്ടിലെത്തിക്കുന്നു എന്ന പ്രശ്നം ഉയർന്നു വന്നു. പരിശോധന വേണമെന്ന കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനത്തിൽ നിന്ന് സംസ്ഥാനത്തിന് മാറ്റം വരുത്തേണ്ടി വന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിലവിൽ പ്രഖ്യാപിച്ച രീതിയിൽ വിമാനങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും നേരെ വീടുകളിലേക്ക് അയക്കാൻ കഴിയില്ല. ചുരുങ്ങിയത് 7 ദിവസം ക്വാറന്റൈൻ വേണ്ടി വരും. അന്ന് പലരും ആക്ഷേപിച്ച് കേട്ടത് പരിശോധന ഇല്ലാതെയാണ് ആളുകൾ എത്തുന്നത് എന്നത് ആര് നൽകിയ വിവരമാണ് എന്നൊക്കെയാണ്. വിമാനം വന്നതിൻ്റെ പിറ്റേ ദിവസം വിമാനത്തിലെത്തിയ ആൾക്ക് തന്നെ കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. വന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ ഇപ്പോഴും അത് തുടരുന്നു എന്നേയുള്ളൂ. കേന്ദ്രം അയച്ച സർക്കുലറുകളും വിദേശത്ത് നിന്ന് മടങ്ങുന്നവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന അണ്ടർടേക്കിങ്ങും എന്താണ് എന്ന്
ഇവർ വായിച്ചു നോക്കിയാൽ മതി. വീഡിയോ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഹോം ക്വാറന്റൈൻ പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. അക്കാര്യത്തിൽ നല്ല ബോധ്യവുമുണ്ട്. നാം വിദേശത്ത് നിന്നെത്തിയവർക്ക് 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും 7 ദിവസത്തെ ഹോം ക്വാറന്റൈനുമാണ് നിശ്ചയിച്ചിരുന്നത്. അത് അന്ന് പറ്റില്ല എന്ന നിലപാടായിരുന്നു പലരും സ്വീകരിച്ചത്. നിങ്ങൾ തന്നെ ആ നിലപാടിൻ്റെ വ്യത്യാസം സംബന്ധിച്ച് ചർച്ച നടത്തുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ അതേ നിലപാട് കേന്ദ്രം കൈക്കൊണ്ടില്ലേ? ഹോം ക്വാറന്റൈൻ റൂം ക്വാറന്റൈനാക്കി മാറ്റുക എന്താണ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫലപ്രദമായി അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പെയ്ഡ് ക്വാറന്റൈൻ്റെ കാര്യത്തിൽ പാവപ്പെട്ടവർക്ക് കുഴപ്പമുണ്ടാവില്ല സിഎം പറഞ്ഞു. അത് എന്ത് തരത്തിലുള്ള ക്രമീകരണമാണെന്ന് വിശദമാക്കാൻ കഴിയുമോ? അതതിൻ്റെ ഓർഡർ വരുമ്പോൾ കൃത്യതയുണ്ടാവും. അതിനകത്ത് ആ ഓർഡർ ഇറങ്ങുമ്പോൾ വ്യക്തതയുണ്ടാവും. ഇത് കേന്ദ്രം പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത്? അതോ നമ്മുടെ കാരണം കേന്ദ്രത്തിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ, അത്തരത്തിൽ സത്യവാങ്മൂലം നൽകി വേണം വിമാനത്തിൽ കയറാൻ. പിന്നീട് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അങ്ങനെ ഒരു തീരുമാനം അതിനനുസരിച്ചാണോ നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്? അല്ല, ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ എടുക്കുന്നൊരു നിലപാടാണ്. എല്ലാവർക്കും സൗജന്യമായി ക്വാറന്റൈൻ എന്നത് മുഴുവൻ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യണം. അപ്പോൾ മുഴുവൻ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യുന്നതിൽ അത് താങ്ങാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് അതിന് ഫീ വാങ്ങുക എന്നത് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. ഇക്കാര്യത്തിൽ എന്താണ് ഒരു നയപരമായ മാറ്റത്തിന് കാരണം? ഇപ്പോൾ നിലവിലൊരു 11,000-ഓളം പ്രവാസികൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളെല്ലാവരെയും ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗത്തിന് ഇപ്പോൾ ഇനി മുതൽ ഫീസ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രശ്നം കാരണമാണോ, അതോ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അത് അവർ വരുന്നവരിൽ നല്ലൊരു ഭാഗം സാധാരണ നിലക്ക് ആ ചെലവ് വഹിക്കാൻ പറ്റുന്നവരാണ്. അവരാ ചെലവ് ഇവിടെ വഹിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് താല്പര്യം അവരെ ഹോം ക്വാറന്റൈനിൽ വിടൽ തന്നെയാണ്. ഹോം ക്വാറന്റൈൻ ഇപ്പോൾ പറ്റുന്നില്ല. ആദ്യത്തെ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണം. അപ്പോൾ അതിൻ്റെ ചെലവ് അവർ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്രവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഇവിടെ ഹോം ക്വാറന്റൈൻ വിജയപ്രദമാണ്, ഹോം ക്വാറന്റൈനിലേക്ക് വിടണമെന്ന് തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. ഈ ക്വാറന്റൈൻ സംബന്ധിച്ച് ആദ്യം നമ്മൾ ഒരു കരുതലിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും സൗജന്യ ക്വാറന്റൈൻ സിഎം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഈ പണം ഈടാക്കുമെന്ന് പറഞ്ഞ സിഎം അല്ല അത് നിങ്ങൾ ഒരു തിരിച്ചടി ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ നേരത്തെ മുതൽ പറഞ്ഞത് എന്താണ്? ഇവിടെ ചികിത്സിക്കുന്നവരെ ആ ചികിത്സ സൗജന്യമാണെന്നാണ്. ഇവിടെ നാം നിശ്ചയിച്ചത് ഹോം ക്വാറന്റൈനാണ്. ഹോം ക്വാറന്റൈന് വേറെ എന്താ ചിലവ്? അവരെ ചിലവ് തന്നെയല്ലേ. ആ ഹോം ക്വാറന്റൈനിൽ താമസിക്കാൻ പറ്റാത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ടി വരും. അത് വളരെ ചുരുക്കം എണ്ണം മാത്രമേ വരൂ. ആ കേസല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വരുന്നവരെ മുഴുവൻ ക്വാറന്റൈൻ ചെയ്യണമെന്നാണ്. നമ്മളന്ന് പറഞ്ഞത് ഹോം ക്വാറന്റൈൻ ഒരു ഭാഗത്ത് നടക്കും, അതേസമയം ചികിത്സ ആവശ്യമായി വരുന്ന ചികിത്സക്കും ചിലവുണ്ട്. ഈ പറയുന്ന ടെസ്റ്റിനും മറ്റും വലിയ ചിലവില്ലേ, ആ ചിലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കും എന്നത് തന്നെയാണ് എടുത്ത നിലപാട്. ഒരു ടെസ്റ്റിന് 4,000-ലധികം രൂപ വരും. അങ്ങനെ ഒരു ടെസ്റ്റല്ല, വിവിധ ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ സംസ്ഥാനം തന്നെ വഹിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റുള്ള വീട്ടിൽ ഇതര സംസ്ഥാനത്ത് നിന്നല്ല വിദേശത്ത് നിന്ന് വരുന്നവരെയും അവിടെ ഹോം ക്വാറന്റൈൻ പറ്റില്ല, ഇപ്പൊ നമ്മുടെ നയമനുസരിച്ച് റൂം ക്വാറന്റൈൻ പറ്റില്ല, അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റണമെന്ന് ഇന്നലെ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടുന്നവരും ഈ ക്വാറന്റൈൻ പെയ്ഡ് ക്വാറന്റൈൻ ആണോ സ്വീകരിക്കേണ്ടി വരുന്നത്? എന്താണ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മാർഗനിർദ്ദേശമുണ്ടോ? എല്ലാവർക്കും ഇത് ബാധകമാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതിനനുവദിക്കുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇളവുണ്ടാവും. മറ്റെല്ലാവരും
കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഓർഡർ വരുമ്പോൾ അത് വ്യക്തമാകും. നേരത്തെ പറഞ്ഞ 2.5 ലക്ഷത്തോളം കിടക്കുകൾ നമ്മൾ ക്വാറന്റൈൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അത്തരം അന്നത്തെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അത്രയും പറഞ്ഞ ശരിയല്ലാത്ത പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ എത്ര ക്വാറന്റൈൻ സൗകര്യമുണ്ട്? ഈ 2 ലക്ഷം കിടക്കുകൾ ഇപ്പോഴും ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു കണക്ക് പറയാൻ പറ്റുമോ? ക്വാറന്റൈൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ ക്വാറന്റൈനിൻ്റെ ഭാഗം എന്നത് അവരെ താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, രോഗികൾക്കുള്ള ബെഡുകൾ കൂടിയാണ്, രോഗികൾക്കുള്ള സൗകര്യങ്ങൾ കൂടിയാണ് വേണ്ടത്. അപ്പോൾ ആശുപത്രികളായി മാറുന്ന കേന്ദ്രങ്ങളടക്കം വരും. അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും സർക്കാർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഈ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രവാസികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്തവരിൽ നിന്ന് പണം ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ നിന്നും ഈ ക്വാറന്റൈന് പൈസ ഈടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അവരവരുടെ വീട്ടിലല്ലേ ക്വാറന്റൈൻ, അവരിൽ നിന്നാണ് പൈസ ഈടാക്കുന്നത്. അവരവരുടെ വീട്ടിൽ ക്വാറന്റൈൻ നടക്കുകയല്ലേ. വീട്ടിൽ കഴിയാത്തവരെ പ്രശ്നത്തിൽ മാത്രമല്ലേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അത് വളരെ ചുരുക്കം എണ്ണം മാത്രമേ വരൂ. പുറത്തുനിന്ന് വന്നവരെല്ലാവരും ക്വാറന്റൈനിലേക്ക് പോയിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെയാണ്. അതായത് വിദേശത്ത് നിന്ന് വന്ന എല്ലാവരും ആദ്യഘട്ടം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെയാണ്. ഗർഭിണികൾ അങ്ങനെയുള്ളവർ ഒഴികെയുള്ള എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനാണ്. കണക്ക് നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണ്. ഈ ഹോം ക്വാറന്റൈനിലെ ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഈ പോലീസിനെയും ജനമൈത്രി പോലീസിനെയും വോളണ്ടിയേഴ്സിനെയും കൂടാതെ കൂടുതൽ എന്തെങ്കിലും ടെക്നോളജി ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട് സംസ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിൽ 3 മാർഗങ്ങളുണ്ട്. ഒന്ന്, നേരിട്ടുള്ള പരിശോധനയിലൂടെ വ്യക്തമാകുന്നത്. അത് ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ്. അത് പോലീസുമുണ്ട്, മറ്റുള്ളവരുമുണ്ട്. അതിൻ്റെ കൂടെ നേരിട്ട് നാട്ടുകാർ, അയൽപക്കക്കാർ പരാതിപ്പെട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം സാങ്കേതിക മാർഗങ്ങളുമുണ്ട്. ആ സാങ്കേതിക വിദ്യകളും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 മാർഗവും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടേണ്ടത് നാടിൻ്റെ ജാഗ്രത തന്നെയാണ്, നാട്ടുകാരുടെ ജാഗ്രത തന്നെയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണം. ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേര് ജോലിക്കായി മറ്റും വരുന്നുണ്ട്, സ്ഥിരമായി പോയി വരുന്നവരുമുണ്ട്. ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ ജീവനക്കാർക്ക് വേണ്ടിയുണ്ട്. ഇവര് നാഗർകോവിൽ അടക്കമുള്ള ഹോട്ട്സ്പോട്ടുകളിൽ പോയിട്ടാണ് തിരികെ വരുന്നത്. അപ്പൊ ഇവര് തിരികെ വന്നതിന് ശേഷം കടകളിലും മറ്റിടത്തൊക്കെ പോകുന്നുമുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോൾ ചെയ്യുന്ന മുൻകരുതലിന് വിരുദ്ധമാകില്ലേ? ചില ജോലികൾ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ അപ്പുറവും ഇപ്പുറവും ജോലി എടുക്കുന്നവരുണ്ട്. ചില സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാവും. ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ താമസിച്ച് ഇവിടെ നടത്തുന്നവരുണ്ടാവും, ഇവിടെ താമസിച്ച് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നടത്തുന്നവരുണ്ടാവും. നമ്മുടെ അതിർത്തി പ്രദേശമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പോകുന്നതിനുള്ള വരുന്നതിനുള്ള പ്രത്യേക പാസ് അനുവദിക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും അനുവദിക്കുന്നത് വിഷമായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തന്നെ അനുവദിക്കുക എന്ന നിലപാട് തന്നെയാണുള്ളത്. എന്നാൽ പ്രത്യേകമായി വരുന്ന ആളുകളുടെ കാര്യത്തിൽ അത് പരിശോധന വേണമെന്നും ആ പരിശോധനയുടെ ഭാഗമായി രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്തണമെന്നും കണ്ടിട്ടുമുണ്ട്. മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്ത കാര്യത്തിൽ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കണമെന്ന താല്പര്യം സംസ്ഥാന സർക്കാരിന് ഇല്ലായിരുന്നുവെന്നും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഫോണിലെങ്കിലും വിളിച്ച കാര്യം സൂചിപ്പിക്കുമായിരുന്നു എന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ, നിങ്ങളെന്താ കേട്ടത്? ഞാൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം പങ്കെടുക്കാൻ സമ്മതം പ്രകടിപ്പിച്ചു. സമ്മതം പ്രകടിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ഭാഗമായുള്ള ലിങ്ക് അങ്ങോട്ട് കൊടുത്തു. ഈ വീഡിയോ കോൺഫറൻസ് ആരംഭിക്കുമ്പോൾ ആരൊക്കെ അതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് ഈ ലിങ്ക് പ്രത്യക്ഷത്തിൽ ദൃശ്യമാണ്. ആ ദൃശ്യം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയും. അതിനകത്ത് വി മുരളീധരൻ്റെ കേന്ദ്രവുമുണ്ട്. അപ്പോൾ അവർ സമ്മതിച്ചതാണ്. സമ്മതിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു, ഓഫീസിൽ പറഞ്ഞിരുന്നു, കുറച്ച് സമയം പങ്കെടുക്കാൻ പറ്റൂ, വേറൊരു പരിപാടിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് ധരിച്ചത്. അതാണ് സംഭവിച്ചത്.
ശബ്ദമില്ല. ഐസിഎംആറിന്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാനം പാലിക്കുന്നില്ല. പരിശോധനയിൽ 26ാം സ്ഥാനത്താണ് സംസ്ഥാനം. ഇത്തരത്തിൽ സമൂഹ വ്യാപനം തടയാനുള്ള ഐസിഎംആർ ടെസ്റ്റിംഗ് നിർദ്ദേശങ്ങൾ കേരളം തള്ളിക്കളയുകയാണ് എന്നും പി മുരളീധരൻ ആരോപിച്ചിരുന്നത്. മറുപടി എന്താണ്? എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമത്തിലാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ എന്തോ പ്രത്യേകമായിട്ട് വിഷമത്തിലുണ്ടാക്കപ്പെടുത്തണമെന്നാണ് ആഗ്രഹം എന്നാണ് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ICMR പറഞ്ഞിട്ടുണ്ടോ? ICMRന് കേരളത്തെ പറ്റി എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ആരോഗ്യ വിദഗ്ധന് കേരളത്തെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഏതായാലും ഇപ്പോൾ പറയുന്നില്ല. വി മുരളീധരനും എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് നമുക്കെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ, പക്ഷെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും സമാനമായ രീതി തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ പഞ്ചാബ് ആണെങ്കിലും മറ്റെല്ലായിടത്തും പണം നൽകി തന്നെയാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായി അവരിതിനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ ഘട്ടത്തിൽ? ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏത് കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം വെച്ചാൽ അതിനെ എതിർക്കുക എന്നൊരു സമീപനം പൊതുവെ ഇവിടെ പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളെന്ന് കണ്ടാൽ മതി. അതിൽ വ്യക്തമാണ് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആ പിക്കോഡ് ആപ്പിനെതിരെ വളരെ ആരോപണവുമായി ഇന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ വൻ അഴിമതി എന്നാണ് ആക്ഷേപം. SMS രീതിയിൽ വർഷത്തിൽ 6 കോടി രൂപയാണ് ആ കമ്പനിക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് ആരോപണമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? പക്ഷേ നാട് സ്വീകരിക്കുന്നില്ലാലോ. അത് എന്ത് ചെയ്യാനാണ്? ഇവിടെ ആ കാര്യം സംബന്ധിച്ച് കൃത്യമായി വിശദീകരണം ഇന്ന് എക്സൈസ് മന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്തെ കായിക പരിശീലനങ്ങളെല്ലാം ലോക്ക്ഡൌണിന്റെ ഭാഗം എല്ലാം മുടങ്ങിയതിന്റെ ഭാഗം മുടങ്ങിയിട്ടുണ്ട്. ക്രിക്കറ്റ് പോലെ ഈ സമൂഹമൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അതിന്റെ പരിശീലനം നടക്കുന്നില്ല. നടത്താൻ എന്തെങ്കിലും സംവിധാനം ചെയ്യുമെന്ന് ക്രിക്കറ്റ് പരിശീലകരും അവരുടെ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ കായിക പരിശീലനം എന്ന് പറയുന്നത് ടൂർണമെൻറ്റുകളുടെ ഭാഗമായി ബന്ധപ്പെട്ട ചില പരിശീലനങ്ങൾ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അനുമതിയിലുണ്ട്. അതിനകത്ത് ഈ ഭാഗവും കൂടി പെടുമെങ്കിൽ നമുക്ക് അനുവദിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അത് മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പഞ്ചായത്തുകളുടെ കെട്ടിട വാടക സംബന്ധിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നത് 2 മാസത്തേക്ക് ഈ കെട്ടിട വാടക നൽകേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ പഞ്ചായത്തുകൾ പലയിടത്തും ഇത് പിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പലയിടത്തും ഇപ്പൊ ചിത്രാഞ്ജലിയിൽ ഉൾപ്പെടെ സീരിയൽ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നീഷ്യൻസ് ഉൾപ്പെടെ മാസ്കുകൾ ധരിക്കുന്നില്ല എന്നും മറ്റുമുള്ള പരാതികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത് രണ്ടിലും ഒന്ന് വിശദമാക്കാമോ? പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ആ കെട്ടിടങ്ങൾ ഇപ്പോൾ വാടക ഈടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ എടുത്ത നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് പഞ്ചായത്ത് വകുപ്പ് നിൽക്കുന്നത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതെ, അതിൽ വേറെ ആശങ്ക ഉണ്ടാകേണ്ടതില്ല. നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിൽക്കുന്നത്. പിന്നെ സാധാരണ നിലക്ക് ഈ പരിപാടി നടത്തുമ്പോൾ ഈ പരിപാടി നിങ്ങൾ അനുവദിച്ചാൽ ഈ പരിപാടി മാസ്ക് ഇട്ടുകൊണ്ട് നടത്താൻ പറ്റില്ലല്ലോ. ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു കഥാപാത്രം ആണെന്ന് വിചാരിക്കുക. ഒരു 10 ആളെയാണ് അനുവദിച്ചാൽ 20 ആളെയാണ് അനുവദിച്ചെങ്കിൽ അവർ മുഴുവൻ മാസ്ക് ഇട്ട് നിൽക്കാൻ പറ്റും. അതിൻ്റെ ടെക്നീഷ്യന്മാർ ചിലപ്പോൾ മാസ്ക് ഇട്ട് നിൽക്കുമായിരിക്കും. അല്ലാതെ മറ്റവർ മാസ്ക് ഇട്ടാലും പിന്നെ കഥാപാത്രമാകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ അവസാനിപ്പിക്കാം.